നമുക്കൊപ്പം വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന പി കെ സിമിതി ടീച്ചർ ഒന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സിമിതി ടീച്ചർ നമസ്കാരം. 1 മണിക്കൂറിലേറെയായി ഷൊർണൂരിൽ പിടിച്ചിട്ടിരിക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ്? ശബ്ദം കേൾക്കാൻ അറിയില്ല. ഇവിടെ അനൗൺസ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മണിക്കൂറിലേറെയായി. 6 മണി മുതൽ 6 മണിക്ക് മുൻപ് തന്നെ ഇവിടെ പിടിച്ചിട്ടു. ഷൊർണൂർ കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി എന്തോ അപകടമുണ്ട്. വന്ദേ ഭാരതിൽ കയറിയപ്പോൾ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ഇവിടെയുള്ള ചിലർ പറയുന്നത് ഇതിന് മുൻപ് ഒരു തവണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്താ വിശേഷം എന്ന് പറഞ്ഞാലേ പവർ ഫെയിലർ ആയിട്ടുണ്ട്. ബാറ്ററി വീക്കാണെന്ന് പറയുന്നു. എന്നാൽ ഇനിയിപ്പം ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചാൽ അവരൊന്നും ഇപ്പം ജനങ്ങളുടെ പാസഞ്ചേഴ്സിന്റെ മുൻപിൽ ഇറങ്ങുന്നില്ല. അവരിറങ്ങാൻ തയ്യാറല്ല. കാരണം അത് ലഹള കൂട്ടും അല്ലെങ്കിൽ ബഹളം വെക്കും, സംഘർഷം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഈ അനൗൺസ്മെന്റിലൂടെ മാത്രമേ നമുക്ക് അവരെ കേൾക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷെ നേരിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അതായത് ഈ ഓരോ കോച്ചിലെയും മാനേജർമാരുണ്ട്. ആ മാനേജർമാർ നിങ്ങളുടെ അടുത്ത് വരുന്നില്ലേ? മാനേജർമാരൊന്നും അടുത്ത് വരുന്നില്ല. ഇപ്പൊ അവര് വരുന്നില്ല. കാരണം അവര് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കുറച്ച് രക്ഷിതാക്കുമല്ലോ. ബാറ്ററി ഡൗൺ ആയതാണെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ ഷൊർണൂരിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നുണ്ട് അല്ലേ? ഇതിപ്പോ ഷൊർണൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയാൽ ഈ യാത്രക്കാരെ എന്താ ചെയ്യുക? കാരണം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകേണ്ടവരുണ്ട്, RTCയിൽ പോകേണ്ടവരുണ്ട്, ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടവരുണ്ട്, അതുപോലെ ഔദ്യോഗിക യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളവരുണ്ട്. ഒരുപാട് ആളുകൾ ഞാൻ സംസാരിച്ച സന്ദർഭത്തിൽ എന്റെ കാര്യം പോകട്ടെ, ഞാൻ നാളെ ആലപ്പുഴയിലെ LDFന്റെ ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ആലപ്പുഴയിൽ എത്താം. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ എത്തേണ്ടവര്, കൊച്ചി എയർപോർട്ടിൽ എത്തേണ്ടവര്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും? എയർപോർട്ട് യാത്രക്കാരും ഉണ്ടാവുമല്ലേ? അവരുടെ ഫ്ലൈറ്റ് ഒരുപാട് ആളുകൾ ഒരുപാട് പല വിധത്തിലുള്ള ഉദ്ദേശത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി യാത്ര ചെയ്യുന്നവരുണ്ട്. ഞാൻ പലരോടും അന്വേഷിച്ച് ഞാൻ അവർ സമാധാനിപ്പിച്ചു, എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ ഞാൻ ആലോചിച്ചത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ വിദേശങ്ങളിൽ നിന്നും അങ്ങനെയൊന്നും കേട്ട് കഴിവ് പോലുമില്ല. നമുക്കൊരു ഒരു നല്ല ട്രെയിൻ വന്നു എന്ന് കേട്ടു സമാധാനത്തോടെ കുറച്ച് വേഗത്തിൽ എത്താലോ എന്നൊക്കെ വിചാരിച്ച് വരുമ്പോ ഒരു തവണ ഈ രൂപത്തിൽ പെട്ടുപോകുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇതിലുള്ളവരുടെ മാനേജ്മെന്റിന്റെ അലംഭാവമോ നിരുത്തരവാദിത്വമാണ്. AC ഉണ്ടെന്ന് പറയാം, പക്ഷെ ലൈറ്റ് ഉണ്ട്. കുറച്ച് സമയം ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ നമുക്ക് അങ്ങനെ വലിയ മറ്റു കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. പക്ഷെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് എന്താണ് ടീച്ചർ? ഇപ്പൊ 15 മിനിറ്റിനുള്ളിൽ ഷൊർണൂരേക്ക് തിരിച്ചെത്തും. തിരിച്ചങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് അവിടെ എത്തിയിട്ട് മാത്രമേ ഇറങ്ങാവൂ. ഇവിടെ രണ്ട് ഭാഗത്തേക്കും ഇറങ്ങരുത്. അപകടമാണ്. കാരണം പല കമ്പാർട്ട്മെന്റും നിൽക്കുന്നത് ഭാരതപ്പുഴയ്ക്ക് മുകളിലാണ്, പാലത്തിലാണ് നിൽക്കുന്നത്. അത് ഒരു വല്ലാത്തൊരു അപകട സ്ഥിതിയിലാണ് ഉള്ളതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇറങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലക്ക് ഡോറ് തുറന്നിട്ടുണ്ടാവാം. ചില സ്ഥലങ്ങളിൽ ഡോറ് തുറന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഉണ്ട് ഡോറ് തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും സുരക്ഷിതമായിരിക്കും ടീച്ചർ. എനിക്ക് ഒരു 15 മിനിറ്റിനുള്ളിൽ ഷൊർണൂരിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്തായാലും അത് അങ്ങനെ ഞാൻ വേവലാതിപ്പെടുന്നത് ഇവിടെയുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോ അവരുടെ വിഷമം കണ്ടാണ് എനിക്കൊരു വിഷമം. മനസ്സിലായി. ടീച്ചർ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിരിക്കൂ തൽക്കാലം. അതല്ലേ, കാര്യം അവരല്പം പാനിക്കായി കാണും. പക്ഷെ എന്തായാലും ഇതുപോലെ ഇനിയും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ട്രെയിൻ നമ്മുടെ ഇവിടെ കേരളത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ കയറുക? മാത്രമല്ല ഇത്രയും പേര്, ഒരുപാട് പേരുടെ ഫ്ലൈറ്റ് ഒക്കെ മിസ് ചെയ്യും. അവരുടെയൊക്കെ ജോലി സാധ്യതകളെ ഒരുപാട് ആള് പല യാത്രകൾ സിംഗപ്പൂർ പോകേണ്ടവരുണ്ട്. അതുപോലെ പിന്നെ അങ്ങനെ 2-3 പേര് ബന്ധപ്പെട്ടു. അവർക്കെല്ലാം ഫ്ലൈറ്റ് മിസ്സാവുമോ എന്നറിയില്ല. 9 മണിക്ക് ഷൊർണൂരിൽ നിന്ന് ഒരു ലോങ് ദീർഘദൂര ട്രെയിൻ ഉണ്ട്. പക്ഷെ അവിടെ കയറിയ സീറ്റ് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. അത്യാവശ്യമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ അത് അനുവദിക്കുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം ടീച്ചർ. എന്തായാലും അല്പസമയത്തുള്ള ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ബന്ധപ്പെടാം ടീച്ചർ. പെട്ടിയും പ്രമാണമായിട്ട് എല്ലാവരും പുറപ്പെടുന്നുണ്ട്. ഓക്കെ ടീച്ചർ. പി കെ സിമിതി ടീച്ചർ ഉണ്ടായിരുന്നു. വന്ദേ ഭാരതിൽ ടീച്ചറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. യാത്രക്കാരെ